ഈ കവിതകൾ വായിക്കുമ്പോൾ കാരണം ഞാൻ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് വന്നിട്ടുണ്ട്, അറിഞ്ഞുകൊടുത്ത തന്നെ ഞാനിത് വാങ്ങി ഈ കവിതകൾ ഞാൻ വായിച്ചതാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എഴുതി വന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് മൊത്തം ഒന്ന് കണ്ണോടിക്കാൻ ഈ കവിതകൾ നിൽക്കണം. ഞാൻ വളരെ വിശദമായിട്ട് അതിലേക്ക് പറഞ്ഞു പോകുന്നില്ല, എന്നാലും ചില സൂചകങ്ങൾ മാത്രം പറയാം. ഇപ്പൊ ഇതില് ഈ കവിതകൾക്ക് അവതാരിക എഴുതിയ സുനിൽ പി ഇളയടം ഏതാണ്ട് ഒരു വിദഗ്ധനായ ഡോക്ടർ ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമർത്ഥനായ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്തുന്നത് വളരെ കൃത്യമായിട്ട് ഈ ഋഷികേശന്റെ കവിതയുടെ ഒരു മർമ്മം കാണിക്കുന്നു. അതിതാണ്. അതുകൊണ്ട് പാരമ്പര്യത്തിന്റെയും നവീനതയുടെയും മുദ്രകൾ ഒരുപോലെ പതിഞ്ഞു കിടക്കുന്നവയായി അദ്ദേഹത്തിന്റെ കവിതകൾ മാറുന്നു. ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണം. അതിന് കാരണം പറയുന്നത് വേരുകൾക്കും പുതിയ പടർച്ചകൾക്കും നടുവിൽ അവസാനമില്ലാത്ത സംവാദസ്ഥാനമായി ഋഷികേശന്റെ കവിത നിലകൊള്ളുന്നു എന്ന് ഈ അവതാരികയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പ്രസ്താവിക്കുന്നു. ഈ ഒരു വൈരുദ്ധ്യം, അതായത് ഈ വേരുകളും ശാഖകളും തമ്മിൽ കൂട്ടിയുണ്ട്. ഒരേ സമയം തന്റെ ഭൂതകാലത്തിലേക്കുള്ള വേരുകളും അതേസമയം തന്നെ ഭാവിയിലേക്കുള്ള ഈ ശാഖകൾ വിടർത്തുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു വൈരുദ്ധ്യം, ഈ രണ്ട് ഇടത്തും താൻ ഉണ്ട് എന്നുള്ളതാണ് ഈ വൈരുദ്ധ്യം കാണിക്കുന്നത്. ഇതിന്റെ ഒരു സംഘർഷമാണ് പിന്നെ ഋഷികേശന്റെ കവിത എന്നാണ് സുനിൽ പി ഇളയടം നിരീക്ഷിക്കുന്നത്. അതായത് എന്താണ് വേറെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഋഷികേശന്റെ കാവ്യഭാവനയുടെ ആധാര സ്വരൂപം തന്നെയാണ് ഇത്. വളരെയേറെ ഭിന്നമായ, മിക്കവാറും പരസ്പര വിരുദ്ധം എന്ന് തന്നെ പറയാവുന്ന ജീവിതസ്ഥാനങ്ങളും അനുഭവ ലോകങ്ങളും തമ്മിലുള്ള സാമീപ്യവും അത് ഉളവാക്കുന്ന അഗാധവും ആന്തരികവുമായ സംഘർഷവും. ഇതിന് സുനിൽ പി ഇളയടം പറയുന്നത് ഈ പിന്നെ നേരത്തെ CRP പറഞ്ഞ പുഴയുടെ സാന്നിധ്യം പോലെ, കവിതയിൽ എല്ലായിടത്തും പുഴ വരുന്നു എന്ന് പറയുന്ന പോലെ മറ്റൊരു ഇമേജ് അദ്ദേഹം പറയുന്നത് ഊഞ്ഞാലാണ്. ഊഞ്ഞാല് ഒരേ സമയം പിന്നിലേക്കും മുന്നിലേക്കും അത്ര തന്നെ മുന്നിലേക്കും ആന്തോളനം ചെയ്യുന്ന ആ ഊഞ്ഞാൽ എന്നുള്ള പ്രതീകം ഈ കവിയുടെ വേരുകളിലേക്കും ശാഖകളിലേക്കും അല്ലെങ്കിൽ ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ഇങ്ങനെ ആന്തോളനം ചെയ്യും ഒരു ഭാവനയെ സാക്ഷ്യപ്പെടുന്നു. ഉദാഹരണം, ഇത് വാസ്തവത്തിൽ ഋഷികേശന്റെ മാത്രമായ ഒരു പ്രത്യേകതയായിട്ടും എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഞങ്ങളൊക്കെ തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോകുന്നുള്ള ഒരു എന്താ പറയാ ഒരു എഴുത്ത് ഭാവവും, പ്രത്യേകിച്ച് 90കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സാഹചര്യത്തിലാണെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിലായാലും അതുവരെ അപരിചിതമായ ഒരുപാട് മാറ്റങ്ങൾ, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് എക്കണോമിക്സിൽ പറയുന്നു. അതൊക്കെ വരുന്നത് 90കളിലാണ്. ഈ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഭൗതികമായ വികസന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമല്ല, സാംസ്കാരിക രംഗത്തും ആവിഷ്കാരങ്ങളുടെ രീതികളിലും എല്ലാം സംഭവിക്കുന്നു. ഒരു ട്രാൻസിഷൻ നടക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു വഴിയിൽ നിന്നും വ്യത്യസ്തമായ ഓരോ ചോയ്സുകൾ, സാധ്യതകളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി അത് വികസനത്തെ കുറിച്ചാണെങ്കിലോ സമൂഹത്തെ കുറിച്ചാണെങ്കിലോ രാഷ്ട്രത്തെ കുറിച്ചാണെങ്കിലോ അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെ മാറ്റി പണിയാൻ നിർബന്ധിതമാക്കുന്ന ഒരു ആഗോള സാഹചര്യം ഈ ഒരു ജനറേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുവരെ മുഖ്യധാരയിൽ ഉണ്ടാവാതിരുന്ന പല വിഷയങ്ങളും ഈ ഫോക്കസ് പോയിന്റിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ആധുനികതയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഈ കാലം. അവിടെ പുഴ ഒരു പ്രധാനപ്പെട്ട പുഴയും പുഴുവും പൂമ്പാറ്റയും ഒക്കെ പ്രകൃതിയും ഒക്കെ തന്നെ കവിതയ്ക്ക് മാത്രമല്ല എല്ലാത്തരം സിനിമയിലായാലും തിയേറ്ററിലായാലും ചിത്രകലയിലായാലും സംഗീതത്തിലായാലും ഇതിലെല്ലാം തന്നെ ഈ
അതുവരെ മുഖ്യധാര പരിലാളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ പരിചരിച്ചുകൊണ്ടിരുന്ന പ്രമേയങ്ങളല്ല അതുവരെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന പല സ്ത്രീകളുടെയും അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കപ്പെട്ട ഇഷ്യൂസിന് ഈ ജനറേഷനിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ട്രാൻസിഷൻ ആ കാലഘട്ടത്തിന്റെ ഒരു സംക്രമണ കാലഘട്ടത്തിലൂടെ ജീവിച്ചതിന്റെ അവിടെയാണ് ഈ വേരുകളും ശാഖകളും അല്ലെങ്കിൽ ഭൂതവും തർക്കമാണ് ഈ സംഘർഷങ്ങളുടെ ഇരിപ്പിടമായി ഈ രൂപങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാവ്യരൂപങ്ങളെ കുറിച്ചും സുനിൽ പി ഇളയടത്തിന്റെ നിരീക്ഷണം ശരിയാണ്. ഇപ്പം ഋഷികേശൻ അൻവർ തുടക്കത്തിലെ അനുഷ്ഠുപ്പ് എന്ന് പറയുന്ന വൃത്തം ആ പിന്നെ അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക് ചില വൃത്തം എന്ന് പറയും. അങ്ങനെ പറയാമെങ്കിൽ ഋഷികേശിന്റെ വൃത്തം അനുഷ്ഠുപ്പാണ് എന്ന് ഒറ്റ വായനയിൽ അൻവർ എടുത്ത് പറയേണ്ടത്. അത് ശരിയായി. കാരണം വെച്ചാൽ ഇത് മനോഹരമായിട്ട് അൻവർ ഈ അനുഷ്ഠുപ്പിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് അതായത് ഒരു നോവല് പോലെ ഗദ്യം ആഖ്യാനം ചെയ്യാനും അതേസമയം നുറുക്കത്തോടു കൂടി സമർത്ഥമായി വളരെ ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനും കഴിയുന്ന വളരെ ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു സംസ്കൃത വൃത്തമാണ് ഈ അനുഷ്ഠുപ്പ്. ഇപ്പോ മഹാഭാരതത്തിന്റെ കൊടുങ്ങല്ലൂർ കുഞ്ഞുമുട്ടൻ തമ്പുരാൻ ഈ ഭാഷാഭാരതം എന്ന് പറയുന്നത് ചെയ്തതാണ്. ആ നരേഷൻ ഇങ്ങനെ എന്താ പറയാ ഒരു വെള്ളച്ചാട്ടം പോലെ നിലയ്ക്കാത്ത ധാരധാരയായിട്ട് ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒന്ന് അനുഷ്ഠിപ്പാണ്. അതല്ലെങ്കിൽ പിന്നെ ദ്രാവിഡ വൃത്തങ്ങളില് ഈ കേക കാലടിയായിട്ടുള്ളത് എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചത് അത് ധാരയാണ്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നരേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൃത്തം. അത് തീർച്ചയായിട്ടും ഋഷികേശൻ ഇതിലെ ഒരു കവിത ഒരു കഥാകവിത തന്നെയുണ്ട്. ഏറെക്കുറെ കണ്ടുകാവ്യം എന്ന് വിളിക്കാവുന്ന ഒരു നരേഷനാഥൻ അനുഷ്ഠിപ്പ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അത് പറയാൻ വന്നതില്ല, പെട്ടെന്ന് വളരെ മനോഹരമായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. 90കളിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ചന്ദ്രോത്സവം എന്നുള്ളത്. ഈ കവിത ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതില് അന്നത്തെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിന്റെ അനുഭവം മുഴുവൻ ഉണ്ടെന്ന് ഞാൻ സമയമെടുക്കുന്നു കുഴപ്പമില്ല, ഇത് വായിക്കാം. ചെറിയൊരു ഈ മഹാനഗരത്തിങ്കൽ പെട്ടുപോയ ദിനം മുതൽ രാവുതോറും തിരഞ്ഞിട്ടും കണ്ടിട്ടില്ല നിലാവിനെ. കൺകളിൽ കത്തിയാഴ്ത്തുന്ന നിയോൺ വെട്ടത്തിനപ്പുറം നക്ഷത്രം പൂത്തൊരാകാശം അറിഞ്ഞിട്ടില്ല ഇതേവരെ. എങ്കിലും കടൽ വക്കത്തു ചെന്നിരിക്കുന്ന വേളയിൽ ചിലപ്പോൾ കണ്ടുമുട്ടാറുണ്ട് ഏകയാ പെൺകിടാവിനെ. മുടന്തുകാലിൽ മുട്ടോളം മിനിസ്കർട്ടിൽ മറച്ചവൾ, ഒരായുസ്സിൻ കൊടുന്തുഖം ലിപ്സ്റ്റിക്കിൽ അലിയിച്ചവൾ. അവൾ നിത്യം നിവർത്തുന്നു പടമ്പാട്ടിൻ കടൽ തിര, അത് ഉള്ളിലേന്തവേ മുന്നിൽ വെണ്ണിലാവെന്ന സുന്ദരി. കാലത്തിനപ്പുറം കോൺക്രീറ്റു ഗിരിശൃംഗത്തിൽ നിൽക്കുവാൻ ഗന്ധർവൻ കാണുകയാണല്ലോ കാലിഡോസ്കോപ്പിലിംഗൻ. ചിറ്റിലപ്പള്ളിയിൽ വർണ്ണക്കുടമാറുന്ന നാളുകൾ, കൊലുസായി കാറ്റിലാടുന്ന സ്വർണ്ണ നക്ഷത്രമുത്തുകൾ, കടമ്പിൻ കൊമ്പിലെ പോക്കുവെയിലിൽ പെയ്യുന്ന പൊന്മഴ, മത്താളി മൂളിടും പാട്ടിൽ പൂത്തുനിൽക്കുന്ന ചില്ലകൾ, അലസം ചിഞ്ഞി വീഴുന്ന മുകിലിൻ നിരകൾക്കിടെ കുങ്കുമപ്പൊട്ടു തൊട്ടല്ലോ കണ്ണിൽ കടനിരമ്പുമ്പോൾ. ഈ കവിതയിലെ ഏറ്റവും എന്താ പറയാ ഈ വെണ്ണ കടഞ്ഞെടുത്ത അങ്ങനെ ഉണ്ടല്ലോ, ഈ കടഞ്ഞെടുത്ത വെണ്ണ പോലെ നിൽക്കുന്ന ഒരു ഒരു നാല് വരിയാണ്. അലസം ചിന്നി വീഴുന്ന മുകിലിൻ നിരകൾക്കിടെ കുങ്കുമപ്പൊട്ടു തൊട്ടല്ലോ കണ്ണിൽ കടലിരമ്പുമ്പോൾ. നീലമേഘക്കരിമ്പിന്റെ കൊടിപാറുമ്പോൾ ആഴിയിൽ ചന്ദ്രോത്സവ സമാരംഭവാദ്യഘോഷം മുഴങ്ങയ. ഉന്മത്ത ബീജിയിൽ പൂഴിമണ്ണിൽ കാട്ടിൽ നദങ്ങളിൽ മേദിനി വെണ്ണിലാവല്ലോ നിറയുന്നു നിറങ്ങളായി.
പെട്ടെന്ന് നിൽക്കുന്നു. ഇരുട്ടാവുന്നു ചുറ്റിലും, പിന്തിരിഞ്ഞു നടക്കുമ്പോൾ അറിയുന്നേ നിലാവിനെ. ചോരക്കണ്ണുകളായി കത്തി നിൽക്കും സിഗ്നലുകൾക്കിടെ ദിനരാത്രങ്ങളായി ഓടിത്തളരുന്ന നിലാവിനെ. ചോരക്കണ്ണുകളായി കത്തി നിൽക്കും സിഗ്നലുകൾക്കിടെ ദിനരാത്രങ്ങളായി ഓടിത്തളരുന്ന നിലാവിനെ. ഇത് 91 മാർച്ചിലാണ് മാതൃഭൂമി ആഴ്ച പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാനത് ഈ കവിത അന്ന് പബ്ലിഷ് ചെയ്ത ആ ഒരു ഇതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ ഞാൻ പിന്നീട് ഇത് വായിച്ചപ്പോൾ അന്നത്തെ ഒരു ആ 90കളിലെ ഞാനൊക്കെ എനിക്ക് വന്ന് ആരാധിച്ചിരുന്ന ഒരു രചനാ സൗഷ്ഠവമുള്ള ഒരു കൃതിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ചന്ദ്രോത്സവത്തിൽ കുറച്ച് ഇതിന്റെ പഴയ കാലത്തെ ചന്ദ്രോത്സവം എന്നുള്ള കാവ്യം, പിന്നെ അന്നത്തെ ചില സങ്കല്പങ്ങൾ, നിലാവ്. എന്നാൽ കവി ജീവിക്കുന്നതാകട്ടെ നഗരത്തിലാണ്. പക്ഷെ നഗരത്തിൽ നിൽക്കുമ്പോൾ ഈ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് ആക്കി വളരെ പ്രസിദ്ധമായ ഒരു കവിതയും അതിനെ ഓർമ്മിക്കും. ഇതിലും ഒരു ഗന്ധർവനാണെന്ന് മാത്രമേ ഉള്ളൂ. കാലത്തിനപ്പുറം കോൺക്രീറ്റ് ഗിരിശൃംഗത്തിൽ നിൽക്കുവാൻ ഗന്ധർവൻ കാണുകയാണല്ലോ കാലിഡോസ്കോപ്പിൽ ഇങ്ങനെ എന്ന് പറയുന്നത്. അങ്ങനെ നഗരത്തിൽ നിന്നുകൊണ്ട് ഈ ചിറ്റിലപ്പള്ളിയോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തെയോ അവിടുത്തെ നിലാവിനെ വിസ്മരിക്കുന്ന ഒരാളും ഇതാണ്. ഞാൻ ചുറ്റി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വൈദ്യുതി നഗരവും ഗ്രാമവും, അതല്ലെങ്കിൽ ഈ ശാഖകളും പേരുകളും, വർത്തമാനവും ഭൂതവും ഭാവിയും, ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിന്റെ സംക്രമണ ദശയിൽ ജീവിച്ചിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ജനറേഷന്റെ ആവിഷ്കാരത്തിൽ പൊതുവായി കാണുന്ന സവിശേഷതകളെ തന്നെയാണ് വസ്തുത്തിൽ ഋഷികേശിൻ്റെതായിട്ട് ഇദ്ദേഹം സുനിൽ പിയുടെ ഇതിന്റെ അവതാരികയിൽ പറയുന്നു. ഇനി ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്, എങ്കിലും ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ കവിത വായിക്കുകയും ചെയ്തു. മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നിൽക്കുന്ന ഈ പുൽത്തുമ്പത്ത് ഇറ്റു നിൽക്കുന്ന ഹിമഗണത്തെ കുറിച്ച് പല കവിതകളും ആ ഒരു പ്രതീകം വരുന്നുണ്ട്. ഇതുപോലെയാണ് കൂടി ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്ന അവസ്ഥയിൽ മാത്രം ഈ പുല്ലിന്റെ നാമ്പ് വിട്ട് താഴേക്ക് വിടുന്ന ഈ ജലഗണം പോലെ ആണ് ഋഷികേശന്റെ കവിത. ഇപ്പൊ നോക്കൂ, തെറ്റെന്നു വീഴുമെന്നുള്ള പേടി കാടായി മാറവേ തിരിച്ചറിഞ്ഞ് തന്നൂഴം കാത്തു നിൽക്കുന്ന തുള്ളി ഞാൻ എന്ന് ഒരു കവിതയ്ക്ക് പറഞ്ഞു. ഊഴം കാത്തു എന്നുള്ള ഇതിലെ ആദ്യത്തെ, ഈ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ്. തിരിച്ചറിഞ്ഞ് തന്നൂഴം കാത്തു നിൽക്കുന്ന തുള്ളി ഞാൻ. ആവിഷ്കാരത്തെ കുറിച്ചുള്ള അക്കാലത്തെ ഋഷികേശന്റെ മാത്രമല്ല പൊതുവെ ഉള്ള ഒരു അതായത് വളരെ നിയന്ത്രിതമാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ള ഒരു സന്ദർഭത്തിൽ മാത്രം പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മിനിമലിസം അല്ലെങ്കിൽ മിതവ്യയം എന്ന് പറയുന്നത്. അത് ഋഷികേശന്റെ സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ തന്നെയുള്ളതാണ്, കവിതയിൽ മാത്രമല്ല ജീവിതത്തിലുള്ളതാണ്. ആവശ്യമില്ലാതെ ഒരു വാക്കും ഋഷികേശൻ പറയില്ല. ഞങ്ങള് പറഞ്ഞല്ലോ, അൻവറിന്റെ ഞങ്ങളെല്ലാവരും ഹിമാലയത്തിലേക്ക് പോയ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കാണെങ്കിൽ ഈ കാട്ടിലെത്തിയാൽ നിശബ്ദനാകുമൻ കൂട്ടുകാരനോടൊപ്പമേ ഞാൻ വരൂ എന്ന് പി രാമൻ എന്നുള്ള കവി എഴുതിയിട്ടുള്ള ഒരു 2 വരി കവിതയുണ്ട്. ഇതുപോലെ പ്രകൃതിയിലേക്ക് വരുമ്പോൾ ഞാനല്ല സംസാരിക്കേണ്ടത്, പ്രകൃതി നിങ്ങളോട് സംസാരിക്കും എന്നാണ്. അപ്പോ മാത്രമല്ല നമ്മൾ ഈ പിന്നെ എന്താ പറയാ, ഈ ഹിമാലയത്തിന്റെ പോയി 14,000 അടി ഉയരത്തില് ഈ നഗാരു എന്ന് പറയുന്ന ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ പൂർണ്ണചന്ദ്രനെ കാണുമ്പോഴുണ്ട് നമുക്ക് ഒരു അക്ഷരം ഉണ്ടാകഴില്ല. നമ്മൾ നിശബ്ദരാണ്, നമുക്ക് വാക്കുകളില്ല. അതാണ് പ്രകൃതി. ആ ഒരു വലിയ സംഭാഷണത്തിന് മുമ്പിൽ നമ്മൾ സമുദ്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സമുദ്രം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ ഇത് ഈ പൂർണ്ണചന്ദ്രൻ എന്താ, നിലാവ് എന്താ പറയുന്നത്, നമ്മള് നിശബ്ദരായി, അതിന് ഒരു വാക്കുമില്ല. അപ്പൊ പ്രകൃതിയിലെ ഇത്തരം വലിയ വാക്കുകൾ, വലിയ ശബ്ദവിസ്മയങ്ങൾ, അതുകൊണ്ടാണല്ലോ ഈ വാഗർത്ഥാവിവ സംതൃപ്തവും എന്ന് ഈ ഹിമാലയം തന്നെയാണല്ലോ ഈ
വലിയ കവികൾക്ക് അതായത് ആ വാക്കുമുട്ടി നിൽക്കുകയാണ് അതിൻ്റെ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ഒരു പ്രകൃതം ഈ പ്രകൃതിയിൽ നിന്ന് പിന്നെ ഋഷികേശന്റെ തന്നെ പ്രകൃതിയായി ഇത് മാറി. അതാണ് ബാക്കിയുള്ള ഈ നിയന്ത്രണം കാണിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ലായിരുന്നു. ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഋഷികേശൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ സമയം അധികവും ഞാൻ നാട്ടിൽ വെച്ചിട്ടല്ല, ഋഷികേശനെ ഞാൻ ബോംബെയിൽ വെച്ചിട്ടാണ് കാണാറുള്ളത്. കാരണം അവിടെ എന്ത് കൾച്ചറൽ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആതിഥേയൻ ആയിട്ട് ഋഷികേശൻ മുരളിയാണ് എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ബോംബെയിലെ എല്ലാ സദസ്സുകളിലും ഋഷികേശനാണ് ഞങ്ങൾക്ക് എന്നെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ ഉണ്ടാവാറുള്ളത്. ഒരു തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റേ EARC MLA സ്ഥലത്ത് പറയാം, ആറ്റമിക് റിസർച്ച് സെന്റർ, അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റിൽ ഒരു തവണ ഇങ്ങനെ പോകാനുണ്ടായിട്ടുണ്ട്. പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞങ്ങളെല്ലാവരും ഗുരുതുല്യനായി ഞങ്ങൾക്ക് വലിയ മാർഗദർശകനായി ഞങ്ങൾ കണ്ടിരുന്നത് ആറ്റൂർ മാഷിനാണ്. തീർച്ചയായിട്ടും ജോണി ഈ സ്വാഗതം പറഞ്ഞ സമയത്ത് ആറ്റൂർ മാഷിന്റെ സാന്നിധ്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അത് വാസ്തവത്തിൽ ഞാൻ അത് ആലോചിക്കുകയാണ്. ആറ്റൂർ മാഷിന്റെ ഒരു ഞങ്ങളെല്ലാവർക്കും ഒരു വഴികടയാണ്. മാഷ് മരിച്ച ദിവസം ഋഷികേശൻ ബോംബെയിൽ അല്ലേ വരുന്ന ദിവസം വന്ന വണ്ടി ഇറങ്ങി നേരെ വരുന്നത് ആറ്റൂർ മാഷ് ഇവിടേക്കാണ്, കിടങ്ങിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മാഷ് യാത്രയാക്കിയിട്ടാണ് ഞങ്ങൾ കിട്ടുന്നത്. അപ്പം അങ്ങനെ നാട്ടിൽ വെച്ച് കാണുന്നതിനേക്കാളേറെ നഗരത്തിൽ വെച്ചാണ് ഋഷികേശനുമായിട്ട് സൗഹൃദമുണ്ട്. ഇപ്പോൾ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യുമെന്ന് അന്ന് വന്നപ്പോഴേക്കും ഇനി തുറന്ന് കാണാനുള്ള സന്ദർഭം ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഈ കോവിഡ് വന്നിട്ട് എല്ലാവരും ഒന്ന് അടുത്ത് വരാമോ നീ എന്ന് പുസ്തകത്തിൽ ഋഷികേശൻ പുസ്തകത്തിന് ശീർഷകമായിട്ട് പറഞ്ഞത്, അങ്ങനെ നമുക്ക് എല്ലാവർക്കും അടുക്കാനുള്ള സന്ദർഭം വൈകാതെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ട് അവസാനിക്കും.